ഇത്രമാറ്റിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിനെ കൊല്ലാനായിട്ട് നാഗേന്ദ്രൻ ഓർഡർ ഇടുകയാണ്. അങ്ങ് തീർത്ത് കളഞ്ഞേക്കാനായിട്ടാണ് പറയുന്നത് ഗുണ്ടയുടെ അടുത്ത്. അങ്ങനെ ഒരു വടിവാളെടുത്ത് ഇങ്ങനെ കുത്താൻ ഭാവിക്കുന്ന സമയത്തേക്കാണ് ആദർശ് അവിടെ ചാടി വീഴുന്നതും നന്ദുവിനെ രക്ഷപ്പെടുത്താനായി അവിടെ ഭയങ്കര അടിപിടി ഒക്കെ നടക്കുകയാണ്. പിന്നെ നന്ദുവിനെ ഇങ്ങനെ കെട്ടി ബന്ധിച്ചിരിക്കുമായിരിക്കുന്നു. അത് ആദർശ് വന്ന് അഴിച്ചു മാറ്റുന്നുണ്ട്. പിന്നെ കാലിലെ കെട്ട് നന്ദുവിനെ അഴിക്കുന്നു. അങ്ങനെ നന്ദുവും രക്ഷപ്പെട്ട് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഭയങ്കര ഒരു സ്റ്റണ്ട് തന്നെ കാണിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ നന്ദുവിനെയും കൊണ്ട് ആദർശ് അവിടെ നിന്ന് പോരുവാണ്. ഈ ഒരു സമയത്ത് കാറിലേക്ക് കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട് അവർ പോകുന്ന വഴിയിൽ, നന്ദു സൂക്ഷിക്കണം, കാരണം ഇപ്പോൾ എന്നേക്കാൾ കൂടുതൽ ശത്രുത, അപ്പോൾ ഏറ്റവും കൂടുതൽ ശത്രുത നിന്നോടാണ്, അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്കിനിയിപ്പോൾ വീട്ടിലോട്ട് പോകുന്നില്ല, ഞാൻ എന്നെ അങ്ങ് നയനേട്ടത്തെ എടുത്തോട്ട് പോയാൽ മതി എന്ന് പറയണം. അപ്പോൾ ആദർശ് പറഞ്ഞത് അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്, നയനേട്ടത്തെ എടുത്ത് തന്നെ പോകാം, അവിടേക്ക് പോകാം. ഇപ്പം ഞാൻ പോലീസ് ക്ലബ്ബിൽ പോകുന്നു പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു അവസ്ഥയിലും കൂടി ചെന്നാൽ വീട്ടിൽ അച്ഛനും അമ്മയും 100 ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെയും, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ ആദർശ് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നതിൻ്റെ ഇടയിൽ, നീ പോലീസ് ക്ലബ്ബിലേക്ക് പോകുന്ന അവിടേക്കല്ലേ പോയത്? ഒരു പരിങ്ങളോടെ പറയുകയാണ്, ഞാൻ അവിടേക്ക് തന്നെയാണ് പോയത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നന്ദുവിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നയന ഓടി വരുവാണ്. ഇവർ വരുന്ന കാണുമ്പോൾ എന്ത് പറ്റിയതാ മോളെയും ചോദിച്ചു. ഒന്നുമില്ല ഏട്ടത്തി, പതുപോലെ തന്നെ ഒരു ഗുണ്ട ആക്രമണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ജ്വല്ലറിയുടെ തകർച്ചയും അവരെ ആ ഒരു കള്ളക്കടത്ത് സ്വർണ്ണമൊക്കെ പിടിച്ചതിൽ നന്ദുവിൻ്റെ അടുത്താണ് ഇപ്പോൾ അവർക്ക് ശത്രുത കൂടുതൽ, അപ്പോൾ അവരെങ്ങനെ ആക്രമിച്ചതാണെന്നും. അപ്പോൾ അങ്ങനെ നന്ദു പറയുന്നുണ്ട്, ആദർശേനാണ് എന്നെ രക്ഷപ്പെടുത്തിയെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നയന പിറ്റേന്ന് തന്നെയല്ല, നയനെ വിളിക്കുന്നുണ്ട്. കനകയെ വിളിച്ചിട്ട് പറയുന്നു, ഇതുപോലെ നന്ദു എൻ്റെ അടുത്തുണ്ടെന്നാണ് പറയുന്നത്. അതെന്താ അവിടെ വന്നേ? അതിപ്പോൾ എൻ്റെ അടുത്തുണ്ട് അമ്മയ്ക്കും. അതിന് അവൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റുമോ? അതിന് ഇങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റാത്ത കണ്ടീഷനാണോ? കാരണം നയന പറയുന്നു, നാളെ അമ്മ ഇങ്ങോട്ട് വന്ന് അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാനാണ് പറയുന്നത്. അതൊന്നും അല്ല, അമ്മയ്ക്ക് എത്ര സംശയം ഉണ്ടെങ്കിൽ നാളെ ഇങ്ങോട്ടേക്ക് വന്ന് നോക്കാം, അപ്പോൾ അറിയാമല്ലോ. അങ്ങനെ നന്ദുവിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് നയന പറയുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, നയനിൻ്റെ അടുത്ത് ആദർശ് കാണിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഛായാചിത്രം വരച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇതാരാണെന്ന് മനസ്സിലായോ ആദർശിട്ടാൽ? അപ്പോൾ ആദർശിന് അറിയാം, എനിക്കത് ഓർമ്മയുണ്ട്, പക്ഷേ ആരാണെന്ന് മനസ്സിലാവുന്നില്ല കറക്റ്റായിട്ടെന്ന് പറയുകയാണ്. കണ്ട് പരിചയമുണ്ട്. അങ്ങനെ ആ ഒരു ഫോട്ടോ എടുത്ത് ജയൻ അയച്ചു കൊടുക്കുകയാണ്. ജയന് കണ്ടപ്പോഴല്ലേ മനസ്സിലാവുന്നത്, മറ്റാരുമല്ല. ജയൻ ഇങ്ങനെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നു. ആരാ ജയേട്ടാൻ ചോദിക്കുമ്പോൾ, ഇതാണ് നമ്മുടെ ശത്രു എന്ന് കണക്കാക്കി ആദർശ് അയച്ചു തന്നൊരു ഫോട്ടോ ആണിത്, ഇത് കണ്ടില്ലേ, നിനക്ക് ആരാന്ന് മനസ്സിലായി? അപ്പോൾ ദേവയാനി പറയുന്നത്, എനിക്ക് ഫസ്റ്റ് എനിക്കിത് അറിയാം, നിനക്ക് മനസ്സിലായില്ല, ഇത് നാഗേന്ദ്രനല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ദേവയാനി പറഞ്ഞത്, അതെ എനിക്കെപ്പം മനസ്സിലാവും, അയാളെ പിന്നെ ആദർശനൊന്നും മനസ്സിലായി കാണത്തില്ല, കുഞ്ഞുനാളിലല്ലേ അവൻ അച്ഛനെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടത്, അപ്പോൾ അതുകൊണ്ടാണ് ആദർശനൊന്നും മനസ്സിലാവാതിരുന്നത്. അപ്പോൾ ഇവനാണ് നമ്മുടെ ശത്രു, ഇത് ആകാനാണ് സാധ്യത, നമുക്കൊരു കുടുംബശത്രു, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഒരാൾ ശത്രുപക്ഷത്തുണ്ട് എന്ന്. പക്ഷേ ഇവനാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഇവനെ നാട്ടിയിറക്കിയ സംഭവങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജലജ പോലും അവന് കൂട്ടുണ്ടായിരുന്നില്ല. അന്നേ അവൻ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നീർക്കോലിയാണെങ്കിൽ കൂടി അവൻ എന്നെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കല്ല പേടിയൊന്നും തോന്നിയിരുന്നില്ല, എന്നെങ്കിലും ഞാൻ തിരിച്ചു വരും, അപ്പോൾ ഇത് കുടുംബത്തോടെ നശിപ്പിക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ജയൻ ദേവയാനായിട്ട് സംസാരിക്കുകയാണ്. അതിനുശേഷം നേരെ പോകുന്ന മുത്തശ്ശൻ്റെ അടുത്തേക്കാണ്. എടുത്തിട്ട് അച്ഛനെ കാണിക്കുകയാണ്, മുത്തശ്ശനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശന് കണ്ടപ്പോൾ തന്നെ കലി കയറുന്നു, ഇവനാണോ ശത്രു? ഇത് ആദർശ് ഇപ്പോൾ അയച്ചു തന്നൊരു ഫോട്ടോ ആണ്, ഇപ്പോൾ ഇവനാണ് ഇതിന് പിന്നിൽ നിന്നാണ് ആദർശ് പറയുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവനായിരിക്കും. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ അത്രയ്ക്കും കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്ന രീതിയിലും ദേഷ്യവും കലിപ്പും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ജയന് പറയുകയാണ്, ആദർശ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യത്തിൽ ഇനി അതിനെക്കുറിച്ചുള്ള അഭിപ്രായമൊന്നും പറയണ്ട, ഒരാളുടെ ഫോട്ടോ ഇങ്ങോട്ട് അയച്ചെന്ന് കരുതി അവനെ പിടിച്ച് ഞാൻ ഇവിടെ കയറ്റാനൊന്നും പോകുന്നില്ല, ആദർശിൻ്റെ കാര്യമാണ് പറയുന്നത് മുത്തശ്ശൻ. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, ഇതിന് നമ്മളുടെ കുടുംബശത്രു അല്ലെങ്കിൽ നമ്മുടെ ജ്വല്ലറിയുടെ ശത്രു ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ക്ഷമിക്കാമെന്നല്ലേ അച്ഛൻ പറഞ്ഞു. എന്നിട്ടും അപ്പോഴാണ് മുത്തശ്ശൻ പറയുന്നത്, ഒരാളുടെ ഫോട്ടോ അങ്ങോട്ട് അയച്ചതെന്നും പറഞ്ഞ് അത് വിശ്വസിച്ച് പെട്ടെന്ന് അവനെ പിടിച്ച് കയറ്റാം. പക്ഷേ മുത്തശ്ശന് മനസ്സിലെല്ലാം അറിയാം, ആദർശാണ് ഇതിന് പിന്നിൽ കഷ്ടപ്പെട്ടതെന്നും കണ്ടുപിടിച്ചതെന്നും. അതുമാത്രമല്ല നവ്യയാണ് ഇതിന് പിന്നിലെല്ലാം പ്രവർത്തിക്കും, പക്ഷേ അതാരും അറിയുന്നുണ്ടായിരുന്നില്ല, അതൊക്കെ ഇനി അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആദർശ് അയച്ച ഫോട്ടോയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നാഗേന്ദ്രനാണെന്ന് മുത്തശ്ശന് മനസ്സിലാവുന്നു. പക്ഷേ പുറമേ ആദർശന് അംഗീകരിക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം അനി ഇതൊന്നും അറിയാതെ തന്നെ നന്ദുവിനും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്ദുവിനും ഫോൺ സ്വിച്ച് ഓഫ്, ഇനി വീട്ടിൽ പിടിക്കപ്പെട്ടോ അവളെ തടങ്കലിലാക്കിയോ എന്നൊക്കെയാണ് അനി ചിന്തിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് നന്ദുവിൻ്റെ ഫോൺ ഓണാവുന്ന സമയത്തും അനി നന്ദുവിനെ വിളിക്കുന്നുണ്ട്.
അപ്പോൾ നന്ദു ഫോണും കട്ട് ചെയ്യുകയാണ്. അപ്പോൾ പിടിക്കപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കുകയാണ് അനി. അതിനിടയിലാണെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നം. ഇനിയിപ്പോൾ നാഗേന്ദ്രൻ്റെ ആ ഒരു സേവിയറിന് നമ്പരൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ലൊക്കേഷനിൽ കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സേവിയർ അപ്പം തന്നെ അത് അന്വേഷിക്കുകയും കണ്ടുപിടിക്കുകയും നാഗേന്ദ്രൻ്റെ വീട് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്ദുവും അദൃശ്യം കൂടെ അയാളുടെ വീട്ടിലേക്ക് ഇടയിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നില്ല. ആ ലൊക്കേഷനും വീടും ഒക്കെ കണ്ടുപിടിച്ചു. പക്ഷേ അയാൾക്ക് മനസ്സിലായി അപകടം. അപ്പോഴേക്കും അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് അവർ കരുതുകയും ചെയ്യുന്നുണ്ട്. അദൃശ്യനെ പറയുന്ന അവൻ പിന്നിൽ കൂടെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു താവളം വരെ കണ്ടെത്തിയിരിക്കണം. അപ്പോൾ നാഗേന്ദ്രൻ്റെ പിടി മുറുകിക്കഴിഞ്ഞു. ഇപ്പോൾ അദൃശ്യന് മുന്നിൽ നിന്ന് ഇനിയിപ്പോൾ രക്ഷപ്പെട്ട് പോകാൻ കഴിയില്ല. പിന്നെ AN ജ്വല്ലറിയിൽ നിന്ന് വിവരങ്ങളൊക്കെ ചോർത്താനായിട്ട് നവ്യയുണ്ട്. പിന്നെ പോലീസ് അധികാരം വെച്ചിട്ട് നന്ദുവും, അങ്ങനെ എല്ലാം കൊണ്ടും നാഗേന്ദ്രൻ കുടുങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവന്തികയും നാഗേന്ദ്രനൊക്കെ കുടുങ്ങുന്ന രംഗങ്ങളും അതിന് പിന്നിൽ അവർ തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ അറിയാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും ഇനിയിപ്പോൾ പത്തരമാറ്റ് മിസ് ചെയ്യരുത്. ആരും കാണാൻ മറക്കല്ലേ. ഓക്കെ.